വീണ്ടും മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വൈഫിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് നന്നായി പ്രാർത്ഥിക്കും. എല്ലാ ദൈവിക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ഇടയായി തീരുന്നു. എന്റെ മക്കൾ അവരും ദൈവകൃപ ആസ്വദിച്ച് അനുഭവിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ സിറ്റുവേഷൻ അനുസരിച്ച് വളരെ ബുദ്ധിമുട്ടാണ് യൗവനക്കാർ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ഇപ്പോഴുള്ള മീഡിയയുടെ വരവുകളൊക്കെ നമ്മുടെ തലമുറകളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ച് കളയുന്ന മാർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ ദിനരാത്രങ്ങളും യാമങ്ങൾ തോറും എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പാസ്റ്റർ അനീഷ് കാവാലം പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ തലയിൽ കൈവച്ചിട്ട് അവർ അറിയാതെ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമായി തീരാതെ, അവരുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും അവരുടെ കൂട്ടുകെട്ടുമൊന്നും ആത്മിക വിഷയത്തിനൊരു തടസ്സമായി തീരാതെ ദൈവിക വിശുദ്ധിയിൽ പവിത്രതയിൽ അവരുടെ ഭാവി ഭാസുരമായി തീരേണ്ടത് സ്വർഗമേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴ് പല ഹസ്ബൻഡ്സ് അവരുടെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെസ്, സ്റ്റിൽ ദേ ആർ ഇൻ എപ്പിസ്കോപ്പൽ ചർച്ചസ്. അവര് സാമുദായികമായ അനുഭവത്തിൽ ഒരുപക്ഷെ ആയിരിക്കാം. ഒരുപക്ഷെ നാം താമസിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്. അവരും സമുദായത്തിൽ പോകുന്നവരാണ്. എന്നും രാവിലെ ഒരു വിസിറ്റിംഗ്, ഉച്ചയ്ക്ക് ഒരു വിസിറ്റിംഗ്, വൈകുന്നേരത്ത് ഒരു വിസിറ്റിംഗ്. എന്താണെന്നറിയാമോ? ഈ വീട്ടിൽ ഏതെങ്കിലും പാസ്റ്റർമാർ കയറി ഇറങ്ങുന്നുണ്ടോ? ആരെങ്കിലുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടോ? പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇതറിയാൻ വേണ്ടി ഉറ്റ ബന്ധുക്കൾ, മിത്രങ്ങൾ, ചിലപ്പോൾ മൂത്തവരാകാം, ഇളയവരാകാം, അകന്ന ബന്ധം, അടുത്ത ബന്ധം, അയൽവക്കക്കാർ, ഇവരെല്ലാം കയറി ഇറങ്ങും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ. ഒരു രോഗമായി കിടന്നാൽ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനല്ല വരുന്നത്. സാമ്പത്തികമായി അല്പം കടഭാരമുണ്ട്, എന്നാൽ പിടിച്ചു, ഒരു 100 രൂപ പിടിച്ചു എന്ന് പറഞ്ഞ് പൈസ ഏൽപ്പിക്കാൻ അല്ല അവർ വരുന്നത്. ദൈവത്തെ അറിയുന്ന വിഷയത്തിൽ പെന്തക്കോസിലേക്ക് പോയോ എന്നറിയാനാണ്. പാസ്റ്റർമാരുമായിട്ട് ബന്ധപ്പെട്ടോ, അവരുമായിട്ട് സംസാരിച്ചോ, ഇതറിയാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു കാര്യമുണ്ട്. എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, നീ നന്നായി പ്രാർത്ഥിക്കണം, നന്നായി വചനം വായിക്കണം, കുഞ്ഞുങ്ങളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. ഈ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഓരോ ദിവസവും ഇപ്രകാരമുള്ള വരവ്. ദൈവമക്കളെ സൂക്ഷിക്കണം. നഹൂം പ്രവാചകൻ പറയുന്നു, പ്രതികാരം യഹോവയ്ക്കുള്ളത്, അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ രക്ഷിക്കപ്പെടുക എന്നത് ദൈവത്തിൽ നിന്നുള്ള ഉപകാരവും നമ്മളുടെ തരഫ്സേ നമ്മൾ ചെയ്യുന്ന ഉപകാരം കൂടെയാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്നുള്ളത്, ഒരു വ്യക്തി മാനസാന്തരപ്പെടുക എന്നുള്ളത് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മടങ്ങി വരുന്നു. നിനവയെ കുറിച്ചുള്ള പ്രവാചകം, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. ഇനിയും പറയാം, പലപ്പോഴും നാം പ്രാർത്ഥിച്ച നമ്മുടെ കുടുംബത്തെ ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിന് വിപരീതമായ ചില വ്യക്തികൾ അവർ പ്രതികൂലമായി വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാ, എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിത്തീരും? അത് ഈ വേദപുസ്തകത്തിലൂടെ തെളിയിക്കാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയൊരു കോപമുണ്ടാകും, ഒരു ചെറിയ ഈർഷ്യ ഉണ്ടാകും. സ്നേഹിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുന്ന വിഷയങ്ങൾ ചുറ്റുപാടുന്നുണ്ടായ ചെറിയൊരു കോപമുണ്ടാകും. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രതികാരം യഹോവയ്ക്കുള്ളത്, അവൻ ചെയ്യട്ടെ. അത് നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കഴിവ് കൊണ്ട് അല്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് നാം പറഞ്ഞ സുവിശേഷം കൊണ്ട് മാത്രമല്ല. ഞാൻ പറയുന്ന വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. നാം പറയുന്ന വാക്കുകൾ കൊണ്ട് മാത്രമല്ല. പക്ഷേ ദൈവദാസനായിരിക്കുന്ന എന്നെയും നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ സുവിശേഷം സകല ജാതികളോടും പറയുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിലെ അടച്ചിട്ട ഒരു വാതിലുണ്ട്. ദൈവം തമ്പുരാൻ അതങ്ങ് തുറക്കും. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. യെസ്, വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ നമ്മൾ സുവിശേഷം പറയുന്നത് ഒരു താക്കോല. ദൈവത്തിന് സ്തോത്രം. ഉദാഹരണം, എന്റെ സ്നേഹിതനെ തന്നെ എടുക്കാം, ജസ് ബ്രദർ. ഞങ്ങൾ അത്ര ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് തുറന്നു പറയാൻ കഴിയും. ആ കുടുംബത്തിൽ ആരെങ്കിലും
രക്ഷിക്കപ്പെടുവാനായിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഇരുന്ന് നമ്മൾ പതിയെ ഫോണിലൂടെ സുവിശേഷം മാത്രം പറയുക. പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വചനം കൊണ്ട് അവരുടെ ഹൃദയത്തെ തുറന്നു കഴിയുമ്പോൾ ഭാര്യയുടെ ഹൃദയം മാത്രമല്ല, സ്വർഗത്തിലെ വാതിൽ തുറക്കപ്പെടും. തുറന്നു കഴിയുമ്പോൾ ദൈവം നേരിട്ടങ്ങ് ഇറങ്ങുകയാണ്. നമ്മൾ നാട്ടിൽ ചെല്ലേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഞാനിവിടെ ജയ്പൂരിൽ ഇരിക്കുകയാണ്. ഇവിടെയുള്ള കർത്താവിന്റെ ദാസൻ ഷാർജയിൽ ഇരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന പലരും അനേക ദേശങ്ങളിൽ ഇരിക്കുക. ഈ പറയപ്പെടുന്ന വചനം ഒരു തീയമ്പ് പോലെ നാനാദിശകളിലേക്ക് പാഞ്ഞെത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വിടുതൽ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പറയപ്പെടുന്ന വചനങ്ങളാൽ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം ഇറങ്ങുന്നു. എന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവെഴുത്തിൽ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനിലേക്ക് വരുന്നില്ല. സ്തോത്രം. ഇപ്പൊ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് മനസ്സിലായി, നമ്മുടെ കഴിവല്ല. ഞാന് 7 വർഷം സെമിനാരി പഠിപ്പിച്ചു, 28 വർഷം പഠിപ്പിച്ചു. ഇത്രയും കാലങ്ങൾ ആയിട്ടും എനിക്ക് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇവരൊക്കെ പലപ്പോഴും പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ തന്നെ ധാരാളം പേരുണ്ട്, സാറേ എൻ്റെ അടുത്ത് പോയി പ്രവർത്തിച്ചിട്ട് ഒരു ഫലവും കാണുന്നില്ല. എൻ്റെ അങ്കിളിന്റെ മകൻ, അങ്കിള് അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്ററാണ്. അദ്ദേഹം IPC കുമ്പനാട്ടിൽ നിന്ന് MD പാസ്സായിട്ട് ഇവിടെ നോർത്ത് ഇന്ത്യ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും കാണുന്നില്ല. എന്നോട് വിചാരിച്ചാൽ ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഒന്നും കാണില്ല. പക്ഷെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിച്ച ഒരാൾ റിസൈൻ ചെയ്തിട്ട് കർത്താവിന്റെ വേല ചെയ്യുക. ഞാൻ പറഞ്ഞു, നിന്റെ തീരുമാനം അത്ര ശക്തമാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല വെൽ ക്വാളിഫൈഡ് ആണ്, ഏത് ജോലി ചെയ്താലും നന്നായിട്ട് ജീവിക്കാം. പക്ഷെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ വേല ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, കർത്താവിന്റെ വേല ചെയ്യുന്നതിനപ്പുറം ഒരു വലിയ പ്രവൃത്തി ഒരിടത്തുമില്ല, ഒരിക്കലുമില്ല. ഒരിക്കൽ കൊറോണ വന്നു, ഇപ്പോൾ ഒമിക്രോൺ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവശ്വാസത്തെ തൊടുവാൻ ഒരു ബിമാരിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ വന്നേക്കാം, അത് അഫക്റ്റ് ചെയ്തേക്കാം, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയെന്ന് വന്നേക്കാം. പക്ഷേ അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കയില്ല. ഒരു പക്ഷേ ഈ രോഗമൊക്കെ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ ഒരു കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരിക്കാൻ ചിലതുണ്ട്. ശുദ്ധീകരിക്കുക, നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുക. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, മഹാനായിരിക്കുന്ന ഫിലിപ്പ് രാജാവിന്റെ മകൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി, 33 വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. എന്നാൽ തൻ്റെ ജീവിതകാലത്ത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും താൻ കീഴ്പ്പെടുത്തി. ഇന്ത്യയിലും വന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീക്ക് എന്ന ഭാഷ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ചെന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തെ നോക്കി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും വെട്ടിപ്പിടിക്കുമായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത നാടിന്റെ ഉടമ എന്ന വിശ്വവിഖ്യാതമായ പേരിന് ഉടമയായി തീർന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് തൻ്റെ 33-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ താൻ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് തൻ്റെ പരിചാരകരെല്ലാം അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കുണ്ടാക്കുന്നതായ ശവപ്പെട്ടിയിൽ ആ കോഫിൻ അതിൻ്റെ 2 സൈഡിലും 2 ദ്വാരങ്ങൾ ഇടണം. അവർ ചോദിച്ചു, അതെന്തിനാണ്? അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ശവപ്പെട്ടിക്ക് 2 സൈഡിൽ എന്തിനു ദ്വാരമിടണം? പറഞ്ഞു, ഞാൻ ഈ ലോകമെല്ലാം നേടി, ഇനി എൻ്റെ ജീവിതത്തിൽ നേടുവാൻ ഒന്നുമില്ല. എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ സകലതും ഞാൻ നേടി, പക്ഷെ നേടാത്ത ഒന്ന് മാത്രമുണ്ട്, എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ളത് ഞാൻ കരുതിയില്ല. ലോകത്തിൽ നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നല്ല മക്കൾ, നല്ല കുലശ്രേഷ്ഠത, നല്ല പാരമ്പര്യം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ലോകം വിട്ടുപോകുമ്പോൾ കൊണ്ടുപോകാൻ കഴിയാത്തതാണ് ഇതൊക്കെ. കൊണ്ടുപോകാൻ കഴിയുന്നത് ആത്മാവ് മാത്രം. അതുകൊണ്ടാണ് ഞാനും ഒരു ദൈവദാസനായിരിക്കുന്നത്.
വേണമെങ്കിൽ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടന്റെ 8th ഗ്രേഡർ മ്യൂസീഷ്യനാണ് ഞാൻ. ഇന്നും ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ പലരും വിളിക്കുന്നുണ്ട്. ഒറ്റ മ്യൂസിക് നന്നായിട്ട് ചെയ്തു കൊടുത്താൽ കോടികൾ വാങ്ങിക്കാൻ കഴിയും. വേണ്ട, അത് ഞാൻ മാറ്റിവെച്ചു. അധ്യാപന രംഗത്ത് വളരെ ശ്രേഷ്ഠമായിട്ട് വിളങ്ങുവാൻ കഴിയും. കാരണം 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ വരെയുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു തലത്തിലേക്ക് മാറ്റിവെച്ചിരിക്കും. കർത്താവിന്റെ വേലയാണ് വരുന്നത്. ഇപ്പോഴും ഞാൻ വളരെ അസ്വസ്ഥനായിട്ട് ബെഡിൽ കിടക്കായിരുന്നു പാസ്റ്റർ എന്നെ വിളിക്കുമ്പോൾ. ആ സമയത്തും എഴുന്നേറ്റ് വന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കിയത്, എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ! ഞാൻ വിശ്വസിക്കുന്നു ഈ വേദിയിൽ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഈ കർത്താവിന്റെ ദാസനുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് തന്നെ തൊടും. ഞാൻ ഉറപ്പ് തരാം, ഇന്ന് തന്നെ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി സംഭവിക്കും. എന്റെ വാക്കല്ല, ഞാൻ സമർത്ഥനല്ല, ഞാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്, ഒരു ശ്രേഷ്ഠതയും ഒരു മാന്യതയും ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, അവൻ സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി എന്ന് വിശ്വസിക്കുന്നതിനാൽ കുടുംബങ്ങളെ ബന്ധിച്ചു നിൽക്കുന്ന അന്ധകാരത്തെ അഴിച്ചുവിട്ട് എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്ക എന്ന് മോശയോട് പറഞ്ഞ ശബ്ദം ഇന്ന് പല വാതിലുകളും ദൈവാത്മാവ് തുറക്കും. വെളിപ്പാട് പുസ്തകം 3:20 വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും. പന്തിയിലിരിക്കുന്ന നല്ല അനുഭവം കർത്താവ് നമുക്ക് നൽകും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കണം. തുടങ്ങി വരാം. നമ്മൾ ചിന്തിച്ചത് യഹോവ പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രതികാരം ആർക്ക് വിട്ടുകൊടുക്കണം? ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമുക്കൊരു പ്രതികാരവും ഉണ്ടാകരുത്. നമ്മുടെ ചുറ്റുപാടുകളോട്, നമ്മുടെ ദൈവദാസന്മാരോടോ, അല്ലെങ്കിൽ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും രക്ഷിക്കപ്പെടാത്ത വ്യക്തികളോട് എന്തുകൊണ്ടില്ല എന്നൊന്നും പറയരുത്. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് മാത്രമേ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ടാണ് പറയുന്നത്? സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. I am not ashamed of the gospel of Christ because it is the power of God that's working each and every one of us. നമ്മളിൽ എല്ലാവരിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമുക്കറിയാമല്ലോ. AD 35 എന്ന് പറയപ്പെടുന്ന ഒരു കാലയളവ് 1-ാം ശതകമാണ്, 1-ാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥം. ഈ പൂർവാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച്, അന്നത്തെ ഒരു കണക്ക് പറഞ്ഞാൽ 9.5 കോടി സ്വത്തിന്റെ ഉടമ എന്ന് പറയുമ്പോൾ എത്രമാത്രം കപ്പലുകൾ സ്വന്തമായിട്ടിരുന്ന ഒരു വ്യാപാരിയുടെ മകനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. തർസോസ് യൂണിവേഴ്സിറ്റി അന്നറിയപ്പെട്ട ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. അറിയപ്പെട്ട ലോകത്തിലെ പ്രധാന 3 യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ടാർസസ് യൂണിവേഴ്സിറ്റി. അതിൽ നിന്ന് മാസ്റ്റർ ബിരുദമെടുത്ത വ്യക്തിയാണ്. 35-ാമത്തെ വയസ്സിൽ താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഗ്രീക്ക് സംസ്കാരത്തിലെ, നമുക്കറിയാം, പലവിധമായിരിക്കുന്ന സാഹിത്യങ്ങൾ, ഇലിയാഡ്സ്, ഒഡീസെ എന്ന് പറയപ്പെടുന്ന വലിയ വലിയ സാഹിത്യ കൃതികള്, കാവ്യങ്ങള് വായിച്ച് മനഃപ്പാടമാക്കിയ വ്യക്തിയായിരുന്നു പൗലോസ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിലെ വില്ലൻ വീരകഥാപാത്രം ഗമാലിയന്റെ പാദപീഠത്തിൽ 3 വർഷം ഇരുന്ന് നന്നായിട്ട് ന്യായപ്രമാണം പഠിച്ചു. ഒന്നും പഠിക്കാനില്ല. എല്ലാം പഠിച്ച പൗലോസ് പറയുന്നു, യേശുവിന്റെ വചനമല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ ഈ ലോകത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുക. അപ്പോ എന്റെ ഹൃദയത്തിൽ കുത്തുന്ന ഒരു ദൂതാണത്. എല്ലാം അറിഞ്ഞിട്ടും എല്ലാം പഠിച്ചിട്ടും ഞാൻ അറിവുള്ളവനാണെന്നുള്ള ഒരു ഗമണ്ട്, ആ ഒരു അഹങ്കാരം മനസ്സിൽ വരാതെ, യേശു ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായി എനിക്ക് ലോകത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് പൗലോസ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 1986 BTH പഠിച്ചത്. 1986 മാട്ടുകട്ടയിൽ നിന്നും എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, യാക്കോബ ചർച്ചിലെ അച്ഛനോടൊപ്പം കാസ എടുത്തുകൊണ്ട് നിന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. 18 വയസ്സേ ഉള്ളൂ. ഈ സമയത്ത് ബൈബിൾ കോളേജ് വന്ന് എന്നോടൊപ്പം ചേർന്നു, ജോയിൻ ചെയ്ത് പഠിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സണ്ണി, നമ്മൾ എന്തോത്തിനാ പഠിക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു, സജി എന്തിനാ ഇവിടെ വന്നത്? അത് ബൈബിൾ പഠിക്കാൻ വന്നതാ. അല്ല, നമ്മൾ ഏത് ഡിഗ്രിക്കാ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു BTH.
കാരണം അതുപോലും പുള്ളിക്ക് സ്വയം അറിയത്തില്ലായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യമായിട്ട് പുള്ളി വന്നു, സണ്ണി, ദൈവം ഉണ്ടോ ഇല്ലയോ ഇന്ന് എനിക്ക് തെളിയിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് തെളിയിക്കാനാ? ഞാൻ ചോദിച്ചു, ഈ 3 മാസം പഠിച്ചിട്ടും ഒന്നും മനസ്സിലായില്ലേ സജി? എത്ര ചാപ്പൽ സർവീസ് കഴിഞ്ഞു, എത്ര പ്രാർത്ഥന കഴിഞ്ഞു, എത്ര ക്ലാസ്സസ് കഴിഞ്ഞു, എത്ര പീരീഡ് കഴിഞ്ഞു, ഇതുവരെ ദൈവം ആരാണെന്ന് മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകുന്നു. നോക്കണം, യാക്കോബ പള്ളി ഇങ്ങോട്ട് വന്നതാ. അപ്പൊ അവിടെയുള്ള സകലത് ഈ പുള്ളിയെ പിടിച്ച് മുറുക്കുക, വിട്ടുപോകാൻ വേണ്ടി, തിരിച്ചു പോകാൻ. ഇന്ന് പകൽക്കാലം പിന്മാറ്റക്കാരോടും ദൂത് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. വചനത്തിന്റെ രുചി അറിഞ്ഞിട്ട് പിന്മാറ്റത്തിൽ പോയവനെ കൊണ്ടുവരാൻ ദൈവം ഒറ്റ പണി ചെയ്താൽ മതി, കറക്റ്റ് ഇങ്ങ് വന്നോളൂ. നമ്മൾ പ്രാർത്ഥിച്ചു, ഉപവാസം കണ്ടിന്യൂ ചെയ്യുക, ദൈവം കൊണ്ടുവന്നോളൂ കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ സജി മാത്യു 3 വർഷം BTech കഴിഞ്ഞപ്പോൾ ആ കോളേജിലെ ഇംഗ്ലീഷ് വെൽ സ്പീക്കറിന്റെ അവാർഡ് വാങ്ങിച്ചു. അതിനുശേഷം നമുക്കറിയാം, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഇവാഞ്ചലിസം ഓർഗനൈസേഷനാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ. അതിന്റെ 2ാമത്തെ ചെയർപേഴ്സണായിട്ട് ഈ സജി മാത്യുവിനെ ദൈവം ഉയർത്തി. ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കുന്നു, സണ്ണി, ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ 4 മണിക്കൂർ മാത്രമേ ഞാൻ ഉറങ്ങുന്നുള്ളൂ, ബാക്കി എല്ലാ സമയത്തും 1200 ദൈവദാസന്മാരെ മിഷൻ ഫീൽഡിലേക്ക് അയക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഒന്ന് മനസ്സിലാക്കണം, പഠിച്ച ഡിഗ്രി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ദൈവമുണ്ടോ എന്ന് സംശയിച്ച വ്യക്തിയെ, ദൈവത്തിന്റെ പൈതലെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ നിന്നെ ലോകത്തിന്റെ നെറുകയിൽ 86 രാജ്യങ്ങളിൽ പറഞ്ഞയച്ച് ശുശ്രൂഷ ചെയ്യിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പലതും തടസ്സങ്ങളായി വരും. പക്ഷേ ഈ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇന്നും അദ്ദേഹം മാട്ടുകട്ടയിൽ താമസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. റിട്ടയർമെന്റ് ആയി. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്തുകൊണ്ട് ഈ അനുഭവങ്ങൾ പറയുന്നു? നമ്മൾ പലതും അസാധ്യമെന്ന് കരുതുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിന്ത എന്താ? അസാധ്യം. ഇതെന്ന് സംഭവിക്കും? സംശയം. ഞാൻ നേരത്തെ പറഞ്ഞു 3 ഉത്തരം. ദൈവത്തിന് 3 ഉത്തരങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്നുകിൽ യെസ്, ആ തരുമെന്ന് പറയുന്നത് നമ്മൾ ക്രമീകരിച്ചിരിക്കണം. 1ാമത്തെ ദിവസം തന്നെ കിട്ടും. 7 ദിവസത്തെ ആവശ്യമില്ല, 21 ആവശ്യമില്ല, 40 ദിവസത്തെ ആവശ്യവും ഇല്ല. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ആ കുറിവാക്യം വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദാസനെ ദൈവം ഏത് ഉത്തരവാദിത്തമേൽ പയച്ചുവോ ആ ഉത്തരവാദിത്വം അവിടെ പൂർണ്ണമാകുകയാണ്. എന്ത് ചെയ്തു? നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച്. ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കേണ്ട 1ാമത്തെ കാര്യം ദൈവത്തിൽ വിശ്വസിക്കുക. രക്ഷിക്കപ്പെട്ടു വരുന്ന ദൈവമക്കളെ കുറിച്ച് വിശ്വസിക്കാതെ അവരെ വിശ്വസിക്കണ്ട. പക്ഷേ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് വിശ്വസിക്കേണ്ടത് ദൈവത്തിൽ. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അവർ വരണം. പക്ഷേ അവർ വന്നിരിക്കും. 1. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു. ഇവിടെ ഉപവാസം എന്നുള്ളത് കൊണ്ട് മാറ്റിയിട്ട് അതിന്റെ 2ാമത്തെ ഡിസ്ക്ലോഷറിലേക്ക് ഞാൻ വരികയാണ്. അതിനെ പ്രെഡിക്കേറ്റീവ് എന്ന് നമുക്ക് പറയാം. ഈ പ്രെഡിക്കേറ്റീവ് എന്താ? ഉപവാസം പരസ്യം ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, നാട്ടില് പല ഉപവാസങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. ഉപവാസം എന്ത് ചെയ്യാം? പരസ്യം ചെയ്യുക. ആദ്യത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഈ കേൾക്കാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പെയാണ്, വെണ്ണിക്കുളത്ത്. അത് ഏതാണെന്ന് ചോദിക്കരുത്. സംഭവം 100 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 100 ദൈവദാസന്മാർ പ്രസംഗിക്കുന്നു. മനസ്സിലാകുന്നില്ല ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്. ഇപ്പൊ ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഉപവാസം പരസ്യം ചെയ്തത് കൊണ്ട് ഉപവാസത്തിന്റെ വിഷയമല്ല അവർക്ക് വിഷയം, ഉപവസിച്ച ജനങ്ങൾ വിടുതൽ പ്രാപിക്കുന്നതുമല്ല വിഷയം. മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ ചെയ്തത് ഏറ്റവും വലുത്. ഇവിടെ ആർക്ക് മഹത്വം പോയി? ദൈവത്തിന് പോയില്ല മഹത്വം അത് നടത്തിയവർക്കാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് നന്നായി മനസ്സിലാക്കണം. അടുത്തത്, ഡൽഹിയിലുള്ള ഒരു സഭയിൽ 100-ൽ കൂടുതൽ ദിവസങ്ങൾ അവർ നടത്തി. 100 ദിവസം അഭിഷക്തന്മാരെ, അനേക ദൈവദാസന്മാരെ വിളിച്ച് പ്രസംഗിപ്പിച്ചു. അനേകർ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. പക്ഷെ പിന്നീട് അന്വേഷിച്ച് നോക്കിയപ്പോൾ
കാര്യമായിട്ടുള്ള ഒരു വിടുതലുകളും അവിടെ നടന്നില്ല. കാര്യമായ ഒരു സ്നാനവും അവിടെ നടന്നിട്ടില്ല. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിനവയിൽ ഉപവാസം പരസ്യം ചെയ്തു. കാരണം ആ നിനവെ എന്താണെന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തായിരുന്നു നിനവെ? നമ്മൾ ആ ഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ യോനയുടെ പുസ്തകത്തിൽ പ്രധാനമായും 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണ്? 1, യോന പ്രധാന കഥാപാത്രം. 2, യഹോവ. 3, ദൈവം കൽപ്പിച്ചാക്കിയ മത്സ്യം. 4, കപ്പൽ യാത്രികർ, കപ്പിത്താൻ ഉൾപ്പെടെ. 4 വ്യത്യസ്തങ്ങളായിരിക്കുന്ന കഥാപാത്രങ്ങൾ. ഇനി ഈ സംഭവം നടക്കുന്ന ലൊക്കേഷൻ നിനവേ ആണ്. നിനവേ പട്ടണം. ഈ നിനവേ പട്ടണത്തിന്റെ കൂടെ ഒരു ലൊക്കേഷനൂടെ ഞാൻ ആഡ് ചെയ്യുന്നു, തർശീസ്. ഈ തർശീസ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ ലെബനോൻ ആണ്, മോഡേൺ ലെബനോൻ. നിനവേ എന്ന് പറയുന്നത് ഇറാഖ് എന്ന രാജ്യമാണ്. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനവേയിലുള്ള മഹാനഗരമായിരിക്കുന്ന നിനവിൽ ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാൻ ദൈവത്തിന്റെ ദാസനെ ദൈവം അയക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും അതിന് അനുസരണം കാണിക്കാതെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോന എവിടേക്ക് പോയി? തർശീസിലേക്ക് യാത്രയായി. ദൈവത്തിന് സ്തോത്രം. ഇറാഖിൽ കൊടുക്കേണ്ട ദൈവത്തിന്റെ വചനം ലെബനോനിലേക്ക് പോയാൽ എങ്ങനെ നടക്കും? ഇപ്പോൾ ദൈവത്തിന്റെ ദൂത് മനസ്സിലാകുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. മോഡേൺ ലെബനോൻ എന്ന് പറയുന്നത് ഇസ്രായേലിന് വിപരീതമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഏത് സമയത്തും വലിയൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഓർത്തഡോക്സ് സഭകൾ നമുക്കറിയാം. അത് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഓർത്തഡോക്സ് സഭകൾ ആദ്യമായി ലോകത്തിൽ രൂപം കൊള്ളുന്നതും ഇറാഖിൽ ആണ്. പിന്നീടാണ് ലോകമെമ്പാടും സഭകൾ ഉണ്ടായി വരുന്നത്. സിറിയയിലും സഭകൾ ഉണ്ടാകുന്നത് പിന്നീടാണ്. അവിടുത്തെ സുറിയാനിയാണ് കേരളത്തിൽ വന്നു സുറിയാനി സഭകൾ ഉണ്ടായത്. ഞാൻ ചരിത്രത്തിലേക്ക് കൂടുതൽ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഇവിടെ നമ്മൾ തുടർന്ന് വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, യോന എന്ന് പറയുന്നത് അമിതായി എന്ന് പറയപ്പെടുന്ന ഒരു പുരുഷന്റെ മകനാണ്. അമിതായി, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് റിവ്ക അമിതായി എന്ന് പറയപ്പെടുന്ന ദമ്പതികളുടെ മകനായിരിക്കുന്ന യൂനസ് എന്നാണ് വീട്ടിലെ പേര്. പക്ഷെ ബൈബിളിൽ യൂനസ് എന്നുള്ളതിന് ജോന എന്നുള്ള പേര് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം. ശെബയും ദെദാനും കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. മതി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. നിമ്രോദ് നായാട്ട് വീരനായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ നായാട്ട് വീരൻ എന്നാണ് കാണുന്നത്. നോക്കണം, ഹി വാസ് എ ഹണ്ടർ. വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുന്ന വീരൻ. ആ കാലഘട്ടത്തിൽ മൃഗത്തെക്കാൾ ശക്തിയുള്ള മനുഷ്യരായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീരൻ എന്നുള്ള പേര് പറയുന്നതിന്റെ കാരണം. അത് തന്നെയുമല്ല, അശൂർ ആണ് ഈ പട്ടണം പണിതത്. ഇനി അശൂറിനെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. BC 722 ഇസ്രായേൽ ജനം 10 ഗോത്രങ്ങൾ അവിടെ അടിമകളായി പോയി. തുടർന്നും BC 585 യഹൂദ 2 ഗോത്രങ്ങൾ ബാബിലോണിലേക്ക് പ്രവാസികളായി പോയി. ഈ സംഭവങ്ങൾ വായിക്കുന്നുണ്ട്. അതിലെ പ്രധാന കഥാപാത്രമാണ് അശൂർ ബാനിപ്പാൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്ര ഒരു ഭയങ്കരമായ ഒരു ദേശമായിരുന്നു നിനവേ. അന്നു മുതൽ നിനവേക്കാർ പാപികളായിരുന്നു, രക്ഷിക്കപ്പെടാത്തവരായിരുന്നു, ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിയണം. ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ നമ്മുടെ ദേശത്ത്
രക്ഷിക്കപ്പെടുവാനുള്ളവർ രക്ഷിക്കപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിൽ മാനസാന്തരപ്പെടുവാനുള്ളവർ മാനസാന്തരപ്പെടണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപേ ദൈവം അത് ചിന്തിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവ് ഏറ്റവും സമാഗതമായിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ശക്തി പ്രാപിച്ച് ചിറകടിച്ച് പറന്നുയരുമ്പോൾ രക്ഷിക്കപ്പെടാത്തവർ നരകാഗ്നിയിലേക്ക് വീഴാതിരിക്കേണ്ടതിന് ദൈവം തന്നെ നിശ്ചയിച്ചു, നിനവയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം. ഞാൻ അയക്കപ്പെടുന്ന എന്റെ വചനം നിനവയിൽ എത്തിച്ചേരണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഷാർജ സഭയിലെ അനുഗ്രഹീതനായിരിക്കുന്ന കർത്തൃദാസൻ ഈ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം, രക്ഷിക്കപ്പെടാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടണം. അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അങ്ങനെയെങ്കിൽ ദൈവദാസനെടുത്ത ഈ തീരുമാനം ദൈവമെടുത്തൊരു തീരുമാനം പോലെയാണ്. നിനവയിൽ ദൈവത്തിന്റെ വചനം എത്തിച്ചേരണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അയക്കപ്പെട്ടതായിരിക്കുന്ന പ്രവാചകൻ ഇറാഖിലേക്ക് പോകാതെ ലെബനിലേക്ക് യാത്ര തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഇവിടെ ഉപവാസം പരസ്യം ചെയ്തു. നിനവയിൽ പരസ്യം ചെയ്തത് വെറുതെ അല്ല. കാരണം അത് രാജാവ് അറിയണം, തോഴന്മാരറിയണം, ദേശനിവാസികൾ സകലരും അറിയണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാനത് ചോദിക്കട്ടെ, ഇനി ദൈവങ്ങൾ വളരെയധികം നല്ലൊരു പഠനമായിട്ട് നമുക്കിതിനെ കാണാം. ഇവിടെ ഉപവാസം പരസ്യം ചെയ്യുന്നത് യോനയല്ല. ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ, ഞാനൊരു പാസ്റ്റർ ആണെങ്കിൽ എന്റെ സഭയിൽ ഉപവാസം ഉണ്ടെങ്കിൽ അനേക ദൈവദാസന്മാരെ വിളിക്കേണ്ടതും പ്രസംഗിപ്പിക്കേണ്ടതും പാടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ എന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇവിടെ പരസ്യം ചെയ്തത് യോനയല്ല. ഇവിടെ പരസ്യം ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് നിനവയിലെ രാജാവിനെയാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഷാർജയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങളുടെ പ്രാർത്ഥന യഥാർത്ഥമായി ദൈവസന്നിധിയിൽ എത്തിയാൽ ഷാർജയിലെ രാജാവിന്റെ മനസ്സിനെ ദൈവം തൊടണം. ദൈവം പ്രവർത്തിക്കണം. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടണമെന്ന്, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു ഷാർജയിൽ ഞാൻ ആക്കിയിരിക്കുന്നത് ഷാർജക്കാർ ദൈവത്തിലേക്ക് വരണം. ആമേൻ. നമ്മൾ ചിന്തിക്കുന്നത് ഇത് നടക്കുമോ പാസ്റ്ററെ? ഹല്ലേലൂയ. പലരും സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കാറുണ്ട്, ഈ രാജ്യത്തൊന്നും നടക്കത്തില്ല, നിയമം വളരെ കഠിനമാണ്. നോ, എന്ത് നിയമം? സ്തോത്രം. നിയമത്തെ മാനിക്കുന്നവരാണ് നാം, നിയമത്തിന് അധീനമായി പോകുന്നവരാണ് നാം. പക്ഷേ ദൈവത്തിന്റെ നിയമം അതിനെല്ലാവരും കീഴ്പ്പെട്ടിരിക്കുക തന്നെ ചെയ്യും. ഞാനും സൗദി അറേബ്യയിൽ ഏകദേശം 1 വർഷത്തോളം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ നിയമങ്ങളും അതിന്റെ കാഠിന്യങ്ങളും അവിടെ ജോലി ചെയ്യുന്നവരുടെ വ്യഥകളും വേദനകളൊക്കെ നന്നായി മനസ്സിലാക്കി. അത് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്, നമുക്കൊരു പ്രയാസം തന്നെയാണത്. എങ്കിലും നാം സേവിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ ഉന്നതനും മീതെ ഒരത്യുന്നതൻ ജാഗരിക്കുന്നു. ആമേൻ. ഷാർജയിലെ രാജാവിനപ്പുറത്ത് ഒരത്യുന്നതൻ ഇപ്പോൾ ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ അവൻ സഭയിലുള്ള മെമ്പേഴ്സിന്റെ കുടുംബത്തിൽ നിന്ന് ചിലർ വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നത് ഷാർജയുടെ മണ്ണിൽ നിന്ന് തന്നെ, ആ മണ്ണിൽ ജനിച്ച് വളർത്തപ്പെട്ട് രക്തബന്ധമുള്ളതായിരിക്കുന്ന ചില വ്യക്തികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്ക് വേണ്ടി ഒരു ആലയം പണിയണം, നിന്റെ ആലയത്തിലേക്ക് ജനങ്ങൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം തിരിച്ചൊരു മറുപടി കൊടുത്തത് ദാവീദിന് വളരെ വേദനയായി. ഓ ഹല്ലേലൂയ. ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ കൈ കൊണ്ടത് പണിയത്തില്ല, കാരണം ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗൃഹം പണിയും, പക്ഷേ നിന്റെ തലമുറയെ കൊണ്ട് ഞാനത് ചെയ്യിച്ചെടുക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്തുകൊണ്ട് ഇപ്രകാരം സംസാരിക്കുന്നു. നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗം അത് സംഭവിക്കും. അത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഒന്നറിയാം, ഷാർജയിൽ നിന്നും ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വരും ദിവസങ്ങൾ നമുക്കത് കാണാം. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാകിയാൽ, ഇത് ദൈവത്തിന്റെ വചനമാകിയാൽ, ഇത് ദൈവത്തിന്റെ വചനമാകിയാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ വചനം പറയും, ദൈവദാസന്മാരെ, നിങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, ഞാനത് ചെയ്യും. ആമേൻ. പ്രഖ്യാപിക്കുക, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. ഇവിടെ യോനയല്ല പരസ്യം ചെയ്തത്, രാജാവ് പരസ്യം ചെയ്തു. ഇന്ന് പലപ്പോഴും നമ്മൾ രാജാവിനെ ഭയപ്പെടുകയാണ്. രാജാവാണ് നിയമം കൊണ്ടുവരുന്നത്, നിയമം നിവർത്തിക്കുന്നതും രാജാവാണ്. ആര് നിയമം കൊണ്ടുവന്നോ, നിയമം കൊണ്ടുവന്ന നിയമദാതാവിനെ കൊണ്ട് തന്നെ ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. വിശ്വസിക്കാൻ ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മോശ ജനിച്ചു, അല്ലേ? ദിവ്യ സുന്ദരനായ ഒരു കുഞ്ഞ് ജനിച്ചു. 3 മാസം വരെ ഒളിപ്പിച്ചു വെച്ചു, കാരണം നിയമം പ്രതികൂലമാണ്. 2 വയസ്സിന് താഴെ ജനിച്ച ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നീലനദിയിൽ വലിച്ചെറിയണം. അപ്പന്റെ അമ്മയുടെ ആഗ്രഹമായി കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണം. അമ്രാം, യോഖേബേദ്, ഇവരാണ് മാതാപിതാക്കൾ. ഈ മാതാപിതാക്കൾ രണ്ടുപേരും കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക. 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കരച്ചിലങ്ങ് കൂടി. കരച്ചിലെ ശബ്ദം എത്ര ഒതുക്കി വെച്ചാലും കുഞ്ഞുങ്ങൾ കരയും, ശബ്ദം പുറത്തു വരും. ഇത് നാച്ചുറലാ കേട്ടോ. നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ഒതുക്കാൻ ശ്രമിച്ചാൽ ദൈവം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത നാച്ചുറൽ ശബ്ദം അത് പരസ്യം ചെയ്യും. എവിടെ ഒതുക്കാൻ കഴിയുന്നത്? രാജ്യത്തിന്റെ നിയമം. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഫറവോ രാജാക്കന്മാർ കൊലപാതകികളാണ്. ഫറവോന്റെ പുത്രിയുടെ പേരാണ് ഹത്സെബൂത്ത്. ഹത്സെബൂത്ത് എന്ന് പറഞ്ഞ ഒരേ ഒരു മകളേ ഉള്ളൂ. ഈ രാജാവ് മരിച്ചു പോയി കഴിഞ്ഞാലേ രാജ്യഭരണം ഏറ്റെടുക്കാൻ പിന്നെ ആരാ ഉള്ളത്? മകള്, അല്ലെ പിന്നെ ഒരു മരുമകൻ ഭരണം. ഇങ്ങനൊരു കാര്യം ഇരിക്കുമ്പോഴാണ് രാജകുമാരി തോഴിമാരുമായിട്ട് നീലനദിയിലേക്ക് നീരാടാൻ വരുന്നൊരു സമയം. നോക്കിയപ്പം ഒരു ഞാങ്ങണപ്പെട്ട. അപ്പുറത്ത് വീട്ടിൽ എന്ത് സംഭവിച്ചു? കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടി അവനെ മാക്സിമം ഒതുക്കി. എൻ്റെ ഒരു ചിന്ത പറഞ്ഞാൽ ആള് വിക്കനായി മാറി. ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ നാവെടുത്ത് കരഞ്ഞ് അവന്റെ ശരീരത്തിലെ മുഴുവൻ ഞരമ്പുകളും അതിലൂടെ ബ്ലഡ് നന്നായിട്ട് സർപ്പാസസ് ചെയ്യണം. അതിനാ കുഞ്ഞുങ്ങൾ കരയുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നേഴ്സുമാരെന്ത് പുറത്ത് നല്ല അടിയടിക്കും. എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങളെ. കാരണം അവർ കരയണം. കരയുമ്പോൾ ശ്വാസം നല്ലതായിട്ട് പോകും, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. കരയണം. കരയുന്നവർക്ക് ആ വിടുതല്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ കരയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഒന്നുകൂടെ പറയാം, ഞാൻ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ്. നിനവയിലേക്ക് യോനയെ പറഞ്ഞു വിടുമ്പോൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, നീ നിനവയ്ക്ക് വിരുദ്ധമായി പ്രസംഗിക്കണം. വിരോധമായി. ഇംഗ്ലീഷിൽ എന്തെഴുതിയിരിക്കുന്നു? ജോന, യു ഹാവ് ടു ക്രൈ ഔട്ട് ഇൻ ദ സിറ്റി. സിറ്റിയിൽ ചെന്ന് നീ കരയണം, അവിടെ നിലവിളിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. വിരോധമായി പ്രസംഗിക്കുക എന്നുള്ളത് അല്ല ഇംഗ്ലീഷിൽ. ഇവിടെ അടച്ചുപൂട്ടി വെക്കുവാൻ കഴിയാത്തതായ കുഞ്ഞിനെ ഒരു ഞാങ്ങണ പെട്ടകത്തിൽ വെച്ച് അവരെന്ത് ചെയ്തു? നൈൽ നദിയിൽ കൊണ്ടുവച്ചു. ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും, ഞാങ്ങണയുടെ ഇടയിൽ ദുഷ്ടജന്തുവുണ്ട്, ക്രൊക്കോഡൈൽ. ഇത്ര ഭീകരമായ ജീവികളുള്ള ഒരു സ്ഥലമാണ് നീലനദി. ഇവിടെ കൊണ്ടൊരു കൊട്ട കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കൊട്ട ഉൾപ്പെടെ അത് വിഴുങ്ങിയെടുക്കും. പക്ഷേ ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. രാജാവ് പുറപ്പെടുവിച്ചു, എബ്രായ കുഞ്ഞുങ്ങളെ നീലനദിയിൽ എറിയണം. അതേ രക്തത്തിൽ പിറന്ന ഹത്സെബൂത്ത് എന്ന പെൺകുട്ടി രാജകുമാരി വന്നു കഴിഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് അതിനോട് അലിവ് തോന്നി. തോഴിമാരോട് പറഞ്ഞ് എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അല്ലേ? കാരണം നിയമം നമുക്ക് അനുകൂലമല്ലാതെ ചിലതിനെ ഒഴിവാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് നാം ചിന്തിക്കുമ്പോൾ, നിയമം ഉണ്ടാക്കിയവന്റെ സന്തതിയെ കൊണ്ട് നിന്നെ കരങ്ങളിലെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി അടുത്ത 40 വർഷത്തെ ഗ്യാരണ്ടി തരികയാ നിന്നെ സുരക്ഷിതമായി വളർത്താൻ. 40 ആണ്ട് കഴിയുമ്പോൾ എന്റെ ജനത്തെ ഞാൻ വിടുവിക്കും. ചൂടാവാന ശബ്ദര ജനകസ്. എത്ര വർഷം തടവറയിൽ കിടന്നാലും എന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് നിന്റെ ചോറ് കൊടുത്ത് വളർത്തി. ചൂടാവാന ശബ്ദര ജനകസ്. നീ കൊടുക്കുന്ന ആഹാരം, നീ കൊടുക്കുന്ന വിദ്യാഭ്യാസം, ഹല്ലേലൂയ, നിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന എന്റെ ജനത്തെ വിടുവിക്കുവാൻ ഞാനൊരു നായകനെ നിന്റെ ചോറൂട്ടി നിന്റെ കൊട്ടാരത്തിൽ വളർത്തുമെന്ന് തമ്പുരാൻ പറയുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഇടപെടുകയാണ്. എവിടേക്കോ ചില ലീഡേഴ്സ് ഉണർന്നു വരികയാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുവാൻ 430 വർഷം ബന്ധനത്തിൽ കിടക്കുന്നതായ, അടിമത്തത്തിൽ കിടക്കുന്നതായ ജനത്തിനു വേണ്ടി, അടിമച്ചങ്ങലയിൽ കിടന്നുകൊണ്ട്, അടിമപ്പാടിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുന്ന ജനത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു രക്ഷകൻ വരുന്നുണ്ടേ. അത് നിന്റെ കൊട്ടാരത്തിനകത്ത് തന്നെയുണ്ട്. ഗ്ലോറി ഹല്ലേലൂയ, ഗ്ലോറി ഹല്ലേലൂയ. 40 വർഷം കഴിയുമ്പോൾ അവിടുന്ന് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മ പറയുന്നു. ഇനി അധിക നാളുകൾ വരില്ല, കഴിഞ്ഞു, സമയം അടുക്കാറായി. എന്റെ അരുമനാഥന്റെ വരവ്, ആ കനാൻ നാടിന്റെ ആ പ്രത്യാഗമനം അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവദാസന്മാരെ ദൈവം അയച്ചുകൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അടിമത്തത്തിന്റെ ചങ്ങലയെ തമ്പുരാൻ പൊട്ടിച്ചെറിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് സംഭവിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര വലിയ അടിമച്ചങ്ങല! പാപത്തിന്റെ അടിമച്ചങ്ങല, രോഗത്തിന്റെ അടിമച്ചങ്ങല, ശാപത്തിന്റെ അടിമച്ചങ്ങല, മാറാരോഗം, ക്യാൻസർ, എന്ത് തന്നെയാകട്ടെ, ദൈവത്തിന് സ്തോത്രം. ഏതു രോഗമാകട്ടെ, അതിന്റെ നടുവിൽ എല്ലാ ബന്ധനത്തെയും മാറ്റി നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സമയമായപ്പോൾ മോശയ്ക്ക് പുറത്തു വരേണ്ടി വന്നു. നേരിട്ടൊരു യാത്ര. എവിടേക്കാണെന്നറിയാമോ? മിദ്യാനിലേക്കൊരു യാത്ര. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ മിദ്യാൻ ആരാണ്? അബ്രഹാമിന്റെ 3ാമത്തെ ഭാര്യയായ കെതൂറയുടെ 6 മക്കളിൽ 4ാമനാണ് മിദ്യാൻ. വായിച്ചു നോക്കണം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, സാറായി മരിച്ചു കഴിഞ്ഞപ്പോൾ, അബ്രഹാമും സാറായും തമ്മിലുള്ള വയസ്സ് വ്യത്യാസം 10 വയസ്സിന് വ്യത്യാസം. ഏമേൻ. മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം ഒറ്റപ്പെട്ടു. അബ്രഹാമിനൊരു തോന്നലുണ്ടായി, ഇനി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. അങ്ങനെ കെതൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ 6 മക്കളെ നൽകി. അതിൽ 4ാമത്തെ വ്യക്തിയാണ് മിദ്യാൻ. അവർ പൗരോഹിത്യ പാരമ്പര്യമുള്ളവരാ. അതുകൊണ്ട് 40 വർഷം കഴിഞ്ഞ് മോശ കൊട്ടാരം വിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഓടിയെത്തുന്നത് മിദ്യാനിലേക്കാണ്. ആരെന്നറിയാമോ? അമ്മയുടെ വീട്ടുകാർ. മോശയ്ക്ക് പറയാം, എന്റെ പൂർവ്വപിതാവ്, ഹല്ലേലൂയ, എന്റെ ആൻസിസ്റ്റർ, എന്റെ പുരാതന പാരമ്പര്യമുള്ള എന്റെ കുടുംബത്തിലേക്ക് ഓടിയെടുക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ സിപ്പോറ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം കൊടുക്കുവാൻ മോശയ്ക്ക് മനസ്സ് തോന്നി. നല്ലൊരു ബന്ധം അവിടെ ഉണ്ടായി. ഗർഷോം എന്നൊരു മകൻ, എലിയസർ എന്ന മറ്റൊരു മകൻ ജനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലെ ഞാനിത് പെട്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? വിടുവിക്കുന്ന ഒരു നായകനെ ദൈവം ഉള്ളറയിൽ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പുറത്തു വരാൻ സമയമായി. വിടുതൽ നടക്കാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വിഷമിച്ച് കരയേണ്ട ഒരു ആവശ്യമില്ല. എനിക്കറിയില്ല ദൈവത്തിന്റെ ആത്മാവ് എത്ര ശക്തമായി ഈ വചനത്തിലൂടെ നമ്മെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുപോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി വിടുതൽ. ഇനി ഒന്നുകൂടെ പറയട്ടെ, അടുത്ത വരും ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ടെലിഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ, പാസ്റ്ററെ എന്റെ വീട്ടിൽ വരണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്ററെ എന്റെ കുടുംബത്തിൽ വരണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്ററെ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വിടുതൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. ഇടതടവില്ലാതെ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കേണ്ട അനുഭവങ്ങൾ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഞാൻ ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിക്കും. ആമേൻ. ദാവീദ് പറയുകയാണ്, യാമങ്ങൾ തോറുമുള്ള പ്രാർത്ഥന. സ്തോത്രം. ഇത്രമാത്രം ഒരു നല്ല അഭിഷക്ത ദൈവദാസനെ ദൈവം നൽകിയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥിച്ച് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുന്ന സഭ, അവരുടെ ദേശം, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യഹോവ സാക്ഷി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് അതിന് സാക്ഷി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉപവാസം പരസ്യം ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? എന്താണ്? ആ അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും. അന്നും ഉണ്ടായിരുന്നു വലിയവരും ചെറിയവരും. ആ വലിയവരും ചെറിയവരും എന്ന് പറയുമ്പോൾ, ഇപ്പം അമേരിക്കയിലും ഗൾഫായാലും ആദ്യം വന്നവർ വലിയവര്, പിന്നീട് വന്നവർ ചെറിയവര്. നല്ല വീടുള്ളവർ വലിയവര്, കൊച്ചു വീടുള്ളവർ ചെറിയവര്, 2-3 വാഹനമൊക്കെ ഉള്ളവർ വലിയവര്, 1 വാഹനം മാത്രം ഉള്ളവർ ചെറിയ. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ലോകത്തിൽ ഇന്നുണ്ടല്ലേ. പക്ഷെ ഇവിടെ വലിയവരും ചെറിയവരും. സിറ്റി ഏതാണ്? നിനവേ. ലോക സാമ്രാജ്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ സിറ്റി നിനവേ. നിമ്രോദിന്റെ സിറ്റി. ഏറ്റവും ഒടുവിലത്തെ നിമ്രോദായിരുന്നു സദ്ദാം ഹുസൈൻ. നിങ്ങൾക്കറിയാം.
നിനവേ എന്ന ഇറാഖ് ഭരിച്ച് അവസാനിപ്പിച്ച ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു സദ്ദാം ഹുസൈൻ. ആ നാട് മോശമല്ല, അവിടുത്തെ ആൾക്കാർ മോശമല്ല, അവരുടെ മനോശക്തി ഭയങ്കരം, അവരുടെ കായശക്തി ഭയങ്കരമാണ്. ഇങ്ങനെ ഒരു പട്ടണത്തിൽ പ്രവാചകനായിരിക്കുന്ന യോനയോട് പോകാൻ പറയുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളായി പറയുന്നത്, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു, നിനവെക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ഉപവാസം പരസ്യം ചെയ്തു, ചെറിയവരും വലിയവരും ചെറിയവരും ഒരുപോലെ റിട്ട് ഉടത്തു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് ഒരുക്കം. എങ്ങനെ ഒരുങ്ങണം? സ്തോത്രം. ആ ഒരുക്കം എങ്ങനെ ഉണ്ടാകണം? റിട്ടിലും വെണ്ണീറിലും ഇരുന്നു. നമുക്കറിയാമല്ലോ, ഒരു രാജാവിന്റെ വസ്ത്രം അത് പൊൻകസവ് കൊണ്ടുള്ളതാണ്. സ്തോത്രം. അത് എന്തുമാത്രം വിലയുള്ളതാണെന്നറിയാമോ? രാജവസ്ത്രം. നമ്മുടെ യേശുക്രിസ്തു രാജാവായിരുന്നു. ഹെരോദാവ് ഒരു ചോദ്യം ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യേശു രാജാവായിരുന്നു. പക്ഷെ യേശു ധരിച്ച വസ്ത്രമോ? അമ്മയായിരിക്കുന്ന മറിയ സ്വന്തം കൈകൊണ്ട് നെയ്തെടുത്ത, ഒരു തയ്യൽ പോലും ഇല്ലാത്ത നേർമയുള്ള വസ്ത്രം. ആ യേശുവിന്റെ വസ്ത്രത്തിന് ഇന്ന് വില കൊടുത്താൽ മില്യൺ ഡോളർ കൊടുക്കണം. അത്ര വിലയുള്ള തുണിയായിരുന്നു അന്നത്തെ ആ ഒരു വസ്ത്രം. ഈ വസ്ത്രം യേശുവിന്റെ ശത്രുക്കൾ, റോമൻ പടയാളികൾ പങ്കിട്ടു. അവർ ചീട്ടിട്ടെടുത്തു. അവർ വിചാരിച്ചു യേശുവിന്റെ ശരീരം മുഴുവൻ ഇല്ലാതെയായി. നിങ്ങൾ മനസ്സിലാക്കണം, യേശു കാൽവറി ക്രൂശിൽ നമുക്ക് രക്ഷ തരാൻ വേണ്ടി യേശുവിന്റെ വസ്ത്രം എന്തായിരുന്നു? രാജവസ്ത്രമായിരുന്നു. അവൻ അർത്ഥനഗ്നനായി കാൽവറി ക്രൂശിലായി തീർന്നു. ദൈവമക്കളെ, ഉപവസിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി പ്രാർത്ഥിക്കണം. നല്ല വസ്ത്രം ധരിച്ച് യേശുവിന്റെ വസ്ത്രം കീറിയത് യേശുവിന്റെ ശരീരം കീറി മുറിക്കുന്നതിനേക്കാൾ വേദനാജനകമായിരുന്നു. പരസ്യമായി ഒരാളെ നഗ്നമാക്കുക. ഒന്നുകൂടെ മനസ്സിലാക്കണം, ദൈവത്തിന്റെ തേജസ് ഉടുപ്പിച്ച് ഏദൻ തോട്ടത്തിലായിരിക്കുന്ന ആദം ഹൗവമാരെ ദൈവം നിങ്ങൾക്കൊരു വസ്ത്രം അണിയിച്ച് തോട്ടത്തിൽ എല്ലാ ഫ്രൂട്ട്സും കഴിച്ച് ആൾക്കാർ മുഴുവൻ കഴിയാമായിരുന്നു. വിഷാംശമുള്ള പച്ചക്കറികൾ കഴിച്ചു, വിഷാംശമുള്ള ആഹാരങ്ങൾ കഴിച്ചു മനുഷ്യൻ മരിച്ച് മൺമറയുമ്പോൾ നല്ല ഫ്രൂട്ട്സ് മാത്രം ഭക്ഷിച്ച് നല്ല തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ച് ദൈവമാക്കി. പക്ഷേ മനുഷ്യൻ ചെയ്ത പാപം, മനുഷ്യൻ ചെയ്ത അനുസരണക്കേട് നിമിത്തം അവൻ നഗ്നനായി മാറി. പാപം കൊണ്ട് നഗ്നനായി മാറിയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശു കാൽവറിയിൽ നഗ്നനായി മാറി. മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? എന്റെ യേശുവിന്റെ നഗ്നത മറയ്ക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ജീസസ്, എന്റെ യേശുവിന്റെ നഗ്നത മറയ്ക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞില്ല. ഒടുവിൽ ദൈവം ചെയ്തത്, അവൻ സൂര്യനെ കരിമ്പടമാക്കി മാറ്റി. എന്തുകൊണ്ട് പകൽ 3 മണിക്ക് സൂര്യൻ അസ്തമിച്ചു? എനിക്കും നിനക്കും വേണ്ടി രക്ഷ തരുവാൻ, നാം രക്ഷിക്കപ്പെടുവാൻ, പാപിയായിരുന്ന നമ്മെ പരിശുദ്ധനാക്കി മാറ്റുവാൻ എന്റെ യേശു കാൽവറിയിൽ നഗ്നനായി മാറിയപ്പോൾ, ലോകം അവനെ നഗ്നനാക്കിയപ്പോൾ അത് കാണുവാൻ പ്രകൃതിക്ക് പോലും കഴിഞ്ഞില്ല. ദൈവം ആ സൂര്യനെ ഇരുളാക്കി മാറ്റി. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിനവയിലെ ഏറ്റവും വലിയ പട്ടണത്തിന്റെ അധിപൻ രാജവസ്ത്രം അഴിച്ചു വെച്ചു. രാജാക്കന്മാർക്ക് രാജവസ്ത്രം അഴിച്ചു വെക്കാമെങ്കിൽ സാധാരണ വിശ്വാസികളാകുന്ന നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ഹൃദയം കീറി മുറിച്ച് പ്രാർത്ഥിച്ചുകൂടാ? ഓ ഹല്ലേലൂയ! ആ രാജവസ്ത്രം അഴിച്ചു മാറ്റി റെട്ടിലും വെണ്ണീറിലും ഇരുന്നു. അവിടെ വായിക്കുന്നത് റെട്ട്, സാക്ക് ക്ലോത്ത്. ചാക്ക് വസ്ത്രം ധരിച്ചു നോക്കണം, ശരീരം എന്തുമാത്രം ചൊറിയും, എന്തുമാത്രം ഇറിറ്റേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ശരീരം അത് ഇറിറ്റേറ്റ് ചെയ്യണം. എൻ്റെ ജഡമോഹം വരരുത്, എൻ്റെ കൺമോഹം വരരുത്. സ്തോത്രം. ജഡത്തിന്റെ ഇച്ഛകള്, ഇനി അതൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഉപവസിക്കുമ്പോൾ നമുക്കുണ്ട് ജഡത്തിന്റെ സകല രാഗമോഹങ്ങളും ക്രൂശിക്കപ്പെടണം. അതാണ് റിട്ടുടുക്കുക.
കർത്താവ് പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കിപ്പോകരുത്, ആവശ്യമില്ലാത്ത നോട്ടം പാടില്ല, ആവശ്യമില്ലാത്ത വാക്ക് സംസാരിക്കരുത്. വാക്കുകൾ കൊലപാതകത്തിലേക്ക് നയിക്കും. പിന്നെന്ത് വേണം? സ്നേഹം വേണം. ആരെ സ്നേഹിക്കണം? അയൽവക്കക്കാരനെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം. ഒക്കാത്ത കാര്യങ്ങളായതൊക്കെ. നിനവേലെ രാജാവ് രാജവസ്ത്രം ഊറി വെച്ചു, റിട്ട് ഉടുത്തു, എന്നിട്ട് വെണ്ണീറിൽ ഇരുന്നു. ഒന്ന് ആലോചിച്ചു, അല്പം ചാരമെടുത്ത് ശരീരത്തിൽ ഇട്ട് നോക്കണം. വെയിൽ മൂത്ത് കഴിയുമ്പോൾ എന്തുമാത്രം ഇറിറ്റേഷനാണ്. ഒന്ന് ചാക്ക് വസ്ത്രം ധരിച്ചിട്ട് വെണ്ണീറും വാരിയിട്ടു. ഇത്രമാത്രം ഇറിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ മോഹങ്ങൾ. ഒന്നുകൂടെ പറയാം, നല്ല ആഹാരം കഴിച്ചാലേ ഭയങ്കരമായിട്ടുള്ള അപ്പിറ്റൈറ്റ്സ് ഉണ്ടാകും. ഞാനത് പറഞ്ഞുതരാം. കൊഴുപ്പേറിയ ആഹാരങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജഡത്തിന്റെ ഇച്ഛകൾ പൊങ്ങി വരും. അതിനെ അടിച്ചമർത്തി അല്ലാതെ ഉപവാസ പ്രാർത്ഥന സക്സസ് ആകത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കണ്ണ്, നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി എല്ലാം ബന്ദ് ചെയ്യണം. ഇത് മൊത്തം ഇല്ലാതെയാക്കി ഭസ്മമായി തീരണം. ഇവിടെ വെണ്ണീറിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജഡത്തിന്റെ പ്രവൃത്തി വെണ്ണീറായി മാറണം. മനസ്സിലൊന്നും ബാക്കി വെച്ചേക്കരുത് കേട്ടോ. അയൽവക്കക്കാരോടോ ബന്ധുമിത്രാദികളോ ചർച്ചക്കാരോടോ ഒരു ദോഷമോ ഒരു കയ്പോ ഒന്നും വെക്കാതെ പ്രാർത്ഥിക്കണം. അവിടെയാണ് വിടുതലുണ്ടാകുന്നത്. ഇത്ര അങ്ങോട്ട് മാറിക്കഴിയുമ്പോണ്ടല്ലോ ആത്മാവങ്ങ് ഇറങ്ങുക, കത്തി ഇറങ്ങുക. എന്നിട്ട് രാജാവ് പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ രാജ്യത്തിൽ സകല മൃഗങ്ങളും കന്നുകാലികളും ആടുമാടുകളും വെള്ളം കുടിക്കരുത്. ഇവിടെ എഴുതിയേക്കുന്നത് ഒന്നും, ഒരു വസ്തുവും ആസ്വദിക്കരുത്, വെള്ളം കുടിക്കരുത്, മേയരുത്. നാട്ടിലൊക്കെ ഉപവസിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാതെ ഉപവസിക്കുന്നുണ്ട്. ദൈവമക്കളെ, അത്ര വലിയ കഠിനതയൊന്നും കാണിക്കരുത് കേട്ടോ. കാരണം എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പുള്ളി എല്ലാവരുടെയും മുമ്പാകെ ഒറ്റയാഴ്ച വെള്ളം കുടിക്കാതെ ഉപവസിച്ചു. ആഹാരം കഴിക്കാതിരിക്കാം, പക്ഷെ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. കാരണം മനുഷ്യന്റെ ശരീരം രക്തത്തിന്റെ സപ്പോർട്ടിൽ മാത്രം ഓടുന്നൊരു കാര്യമാണ്. ആ രക്തോട്ടം നന്നായിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. പണ്ടൊരു അധ്യാപകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സണ്ണി സാറേ നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നീട് വെള്ളം കുടിക്കേണ്ടി വരും. ശരിയാ പറഞ്ഞത്. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്? ഇപ്പൊ ഗൾഫിൽ അതേ കാലാവസ്ഥയാണ്. രാജസ്ഥാനിൽ നല്ല തണുപ്പാ, വെള്ളം കൂടി എല്ലാവരും നിർത്തിയിരിക്കുക. ഞാൻ ചെയ്തത് ചൂടുവെള്ളം നല്ലപോലെ ഇട്ടിട്ട് ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. കുടിച്ചോണം, പിന്നല്ലേ കുടിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ആ ഒരു ദൈവമകൻ ഒറ്റയാഴ്ച വെള്ളം കുടിക്കാതെ ഉപവസിച്ചു, തീരുമാനമെടുത്തിട്ട 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ താൻ ചെയ്യരുതാത്ത ഒരു പാപത്തിലേക്ക് തൻ്റെ കണ്ണിനെ പിശാചു കൊണ്ട് എത്തിച്ചു. 8ാമത്തെ ദിവസം ആ പാപം തനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇന്നും ആ മനുഷ്യൻ വിവാഹം കഴിച്ചിട്ടില്ല. സംസാരിക്കുന്ന ആൾക്കാരോട് ദീർഘനേരം സംസാരിക്കും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സൈക്കോസിസിൽ വന്നൊരു പ്രോബ്ലമാണ്. ദൈവങ്ങളെ ചില തീരുമാനങ്ങൾക്ക് എടുക്കും, ദൈവത്തോട് ചോദിക്കണം വേണോ വേണ്ടായോ. പക്ഷെ ഇവിടുത്തെ കാര്യം നമ്മൾ ചിന്തിക്കണം. എനിക്ക് രാജാവിന്റെ തീരുമാനത്തോടെ താല്പര്യം, അത് പറയാൻ വരികയാണ്. എന്റെ രാജ്യത്തിലെ ആടുമാടുകളോ മൃഗങ്ങളോ ഒട്ടകമോ ആടുമാടുകളോ ഒന്നും മേയരുത്, ആഹാരം കൊടുക്കരുത്, ഒന്നും ചെയ്യരുത്. എന്താണെന്നറിയാമോ? ഉപവസിക്കുന്ന സമയത്ത് ആടിന് വെള്ളം കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞ് സമയത്തിന് മീറ്റിങ്ങിന് വരാതിരിക്കരുത്. ഉപവാസ പ്രാർത്ഥന നിശ്ചയിച്ചു. എനിക്ക് പശുവിന് കുറച്ച് ആഹാരം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ചന്തയിൽ വരെ പോവുകയാണ്. പോയിട്ട് വരുമ്പോ സമയം എടുക്കും. 10 മണിക്ക് പാർശ്വം തുടങ്ങിയോ, ഞാൻ 12:30 കയറിക്കോളാം. നോ, രാജാവ് എടുത്ത തീരുമാനം ഞാൻ സല്യൂട്ട് ചെയ്യുക രാജാവിന്, നിനവേലെ രാജാവിന്. കാരണം ഉപവാസത്തിന്റെ പേരും പറഞ്ഞ് ആടുമാടുകളെ തീറ്റാനും പോറ്റാനും മേയ്ക്കാനും പോയാൽ ഉപവാസം നടക്കുകയല്ല. നാട്ടിലെ പല ഉപവാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉപവാസ പ്രാർത്ഥന വയ്ക്കും, സഭയിലെ എല്ലാ വിശ്വാസികളും വരും, അവർ പാട്ടും പാടും പ്രാർത്ഥിക്കും. വീട്ടുകാരെവിടാ? അടുക്കളയിൽ, കിച്ചണില് എന്തുണ്ടാക്കുക? വരുന്ന പാസ്റ്റർമാർക്ക് മീന്, ഇറച്ചി, അവർക്കുള്ള സബ്ജി എല്ലാം ഉണ്ടാക്കുക. ആർക്കാ വിടുതൽ വേണ്ടത്? ഈ വന്ന ദൈവദാസന്മാർ ഇവിടെയുള്ള വീട്ടുകാർക്ക് വേണ്ടിയാണ് വന്നത്. പക്ഷെ വീട്ടുകാരെവിടെയാണ്? എവിടെയോ. നോ, അതല്ല ദൈവത്തിന് ആഗ്രഹം.
വീട്ടുകാർ തീരുമാനമെടുത്തിരിക്കണം. ഇന്ന് നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ തീരുമാനം, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ ഡിസിഷൻ പെർഫെക്റ്റ് ആകണം. ഞാൻ 3 ദിവസം പട്ടിണി ഇരുന്നു എന്ന് പറയാനല്ല, നോ, അത് വേണ്ട, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് പട്ടിണി ഇരിക്കണ്ട. പട്ടിണി ഉപവാസം അല്ല. പക്ഷേ നമ്മൾ വർജിക്കേണ്ടതിനെ വർജിക്കണം. കാരണം ആഹാരം ശരീരത്തെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മമനുഷ്യനെ, ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുന്നു. രാജാവ് എടുത്ത തീരുമാനത്തോട് നമുക്ക് യോജിക്കാം. ആടുമാടുകളും കന്നുകാലികളും ഒന്നും ആസ്വദിക്കരുത്. അത് പട്ടിണി കിടക്കുന്ന കിടന്നോട്ടെ, ദൈവം തരുന്നത് മതി. ഇവിടെ ആടുമാട് സമ്പത്തുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ ആത്മിക മനുഷ്യന്റെ വിജയമാണ് വിടുതൽ. മൃഗങ്ങൾ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നത് മനുഷ്യനാണ്. പാപം ചെയ്യുന്ന മനുഷ്യന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ വിടുതൽ തടസ്സമായിരിക്കുന്ന മൃഗങ്ങൾ അതൊരു തടസ്സമായി വരരുത്. പണ്ട് തിരുവനന്തപുരത്ത് ഒരു അമ്മച്ചി ജീവിച്ചിരുന്നു. ആ ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കാണും കഥ. അമ്മച്ചി വളരെ നാൾ പ്രാർത്ഥിക്കുക. മക്കള് എല്ലാവരും പ്രായമൊക്കെ ആയി, ആരുടെയും സഹായമില്ല. ഇനിയും സ്വന്തമായിട്ട് ഒന്ന് ജീവിക്കണമെങ്കിൽ എനിക്കൊരു പശുവിനെ ആവശ്യം. പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഉപസിജനെ പ്രാർത്ഥിച്ചു, പശുവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അമ്മച്ചിക്ക് പശുവിനെ കിട്ടി. അതിൻ്റെ കറവയുണ്ട്, നല്ലപോലെ പാല് കിട്ടും, വെണ്ണയുണ്ട്, തൈരുണ്ട്, മോരുണ്ട്, എല്ലാം ഉണ്ട്. അമ്മച്ചിക്ക് വലിയ സന്തോഷം. എല്ലാറ്റിൻ്റെ ദശാംശം സ്തോത്രാഴ്ച കറക്റ്റിന് ദൈവസഭയിൽ വരികയും ചെയ്യും. പക്ഷേ അമ്മച്ചി പിന്നെ ആരാധനയ്ക്ക് വരത്തില്ല. പാസ്റ്റർ ചോദിച്ചു, എന്താ അമ്മച്ചിയെ കണ്ടില്ലല്ലോ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക്? 3 ദിവസം ഉണ്ടായിരുന്നു, പക്ഷെ അവസാന ദിവസമെങ്കിലും വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്, കണ്ടില്ലല്ലോ. അതെന്തോ പറയാനാ പാസ്റ്ററെ, പശുവിന് പുല്ലു കിട്ടിയില്ല, അതിനുവേണ്ടി പോയതാണ്. 2ാമത്തെ ദിവസം പശുവിന് പിണ്ണാക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ പോയായിരുന്നു, കിട്ടിയില്ല. 3 ദിവസം കിട്ടി, ഇന്നെങ്കിലും അതിനെന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത പ്രാവശ്യം ആയിക്കൊള്ളട്ടെ. ദൈവമക്കളെ, പ്രാർത്ഥിച്ച് കിട്ടിയതാണ് പശു, നല്ല കാര്യം. അത് നമ്മുടെ ഉപജീവനത്തിനും നല്ലതാണ്. പക്ഷേ പ്രാർത്ഥിച്ച് കിട്ടിയപ്പോൾ തുടർന്നുള്ള പ്രാർത്ഥനയും അതുപോലെ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം, ഉപവാസത്തിന് പ്രാധാന്യം, അത് നമ്മൾ കൊടുത്തിരിക്കാൻ മറക്കരുത്. നിലവിലെ രാജാവെടുത്ത തീരുമാനത്തിനായി സ്തോത്രം. രാജവസ്ത്രം നീക്കി ജീവിതത്തിന്റെ സുഖം, ജീവിതത്തിന്റെ അധികാരം, ജീവിതത്തിന്റെ പദവിയെ ഉരിഞ്ഞു വെച്ചു. ആരുടെ മുൻപാകെ? യഹോവയുടെ മുൻപാകെ. പരസ്യം ചെയ്ത ഉപവാസം പ്രസിദ്ധമായി തീരാൻ 1ാമത്തെ കാരണം. 2, രാജാവെടുത്ത തീരുമാനം ജനങ്ങളുടെയും തീരുമാനമാണ്. എന്താ? മൃഗമെല്ലാം ഉപവസിക്കണം, മനുഷ്യരും ഉപവസിക്കണം. 3, റെട്ട് വെണ്ണീർ. വസ്ത്രം ധരിക്കാം, പക്ഷെ അത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ശരീരത്തിന്റെ എമോഷൻസ്, വികാരങ്ങളെ വർദ്ധിപ്പിക്കുന്നതല്ല, ആത്മിക മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്നത് ആയിത്തീരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മുടെ സമയം അവസാനിക്കുന്നു. ഞാൻ എത്രയും വേഗം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. താഴേക്ക് വായിച്ചു വരുന്നു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. അതിനു മുമ്പ് യോന പറഞ്ഞൊരു ദൂതുണ്ട്. എന്താണെന്നറിയാമോ? ഇത്രയൊക്കെ ചെയ്തപ്പോഴും യഥാർത്ഥ ദൂത് പുറത്തു വന്നു. 1ാമത്തെ വാക്യം 1:1 വായിക്കുന്നു, നീ നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കണം. ഇവിടെ നിനവയ്ക്ക് വിരോധമായ പ്രസംഗം എന്താ? നിനവേ ഉന്മൂലനാശമാകും എന്ന് ഘോഷിച്ചു തുടങ്ങി. നിനവേ ഉന്മൂലനാശമായാൽ രാജാവും ഉന്മൂലനാശമാകും, പ്രജകളും ഉന്മൂലനാശമാകും, മൃഗസമ്പത്തെല്ലാം ഉന്മൂലനാശമാകും. ഇതാണ് ദൈവം പറഞ്ഞ ദൂത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവം പറഞ്ഞാൽ അതുപോലെ ദൈവം ചെയ്യുമോ? ചെയ്യും. ദൈവം പറയുന്ന പോലെ ദൈവം ചെയ്യും. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ വളരെ വേഗം നിർത്താൻ പോകുന്നു, നമുക്ക് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 6:6. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുഭവിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്തു. മതി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം. നമുക്കറിയാം, ഈ 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുന്നതിന് മുമ്പല്ലേ, അത് കഴിഞ്ഞ് ആണ് നമ്മൾ വായിച്ചതെങ്കിലും അതേ കാലയളവിൽ തന്നെ അല്ലേ
നിമ്രോദ് ജനിക്കുന്നത്, നിമ്രോദിന്റെ നാടായിരിക്കുന്ന നിനവെയുള്ളത്. ദൈവം പറയുന്നു, ഞാൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് അനുതപിക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഭൂമിയെ മനുഷ്യനോട് കൂടെ സകല നാൽക്കാലികളെയും സകല മൃഗങ്ങളെയും ഞാൻ നശിപ്പിച്ച് കളയും. ഇവിടെ പറയുന്നു യോനയുടെ ദൂത്, ഞാൻ നിനവയെ ഉന്മൂലനാശമാക്കും. ഉന്മൂലം ചെയ്യാൻ വേണ്ടിയാണോ? അല്ല. പക്ഷെ 6-ാം അധ്യായത്തിൽ ഉന്മൂലനാശമാക്കാൻ വേണ്ടി മാത്രമാണ്. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയും, ദൈവം നോഹയോട് പറഞ്ഞ ദൂത് സംഭവിച്ചു. 40 രാപ്പകലുകൾ മഴ പെയ്തു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. ഏകദേശം 1 വർഷവും 17 ദിവസവും കഴിഞ്ഞപ്പോൾ ഭൂതലം ഉണങ്ങിയതായി കണ്ടു. അപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ, ഭൂമിയിലെ ജലപ്രളയത്തിന്, നോഹയുടെ ജലപ്രളയം എത്ര നാളാണെന്ന് ചോദിച്ചാൽ 40 ദിവസമാണെന്ന് ആരും പറയല്. 1 വർഷവും 17 ദിവസവും ദീർഘമുള്ള ഒരു പരമ്പരയാണ് നോഹയുടെ ജലപ്രളയം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ നല്ല തെളിവ് അതിനുണ്ട്. സകലത്തെ നശിപ്പിച്ചു. നശിക്കാതുള്ളത് കുറച്ചുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? നോഹയും നോഹയുടെ കൂടെ ഭാര്യ, 3 മക്കൾ, അവരുടെ മക്കൾ, 8 പേർ. അതുകൂടാതെ ശുദ്ധിയുള്ളവയിൽ നിന്നും ശുദ്ധിയില്ലാത്തവയിൽ നിന്നും ഈ രണ്ടും 7. അപ്പൊ എത്രമാത്രം പെട്ടകത്തിൽ കടന്നോ അത്രയും രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം നശിച്ചു. പക്ഷേ ഇവിടെ പറയുന്നു, ഞാൻ നിനവയെ ഉന്മൂലനാശമാക്കും. പക്ഷേ പിന്നീട് കാണുന്നു, അവർ ദൈവസന്നിധിയിൽ യഹോവയുടെ വചനം കേട്ട് അനുദപിച്ചപ്പോൾ അവർക്ക് വരുത്തും എന്ന അനർത്ഥം ദൈവം മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ഭീതിപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. കൊറോണ വന്നു, മഹാമാരി വരുന്നു, ഒമിക്രോൺ, ഇതൊക്കെ നാശം ചെയ്യും എന്ന് വിചാരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിസ്വാർത്ഥമായി, ആത്മാർത്ഥമായി ദൈവസന്നിധി ഹൃദയങ്ങളെ കീറുമുറിച്ച് ഇരട്ടിലും വെണ്ണീറിലും ഇരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായും ഒരു വിടുതൽ അയക്കും. ഇതിന്റെ ബാക്കിയുള്ള ദൂതുകൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേൾക്കപ്പെട്ട ദൂതിന് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് ഇത്രത്തോളം എന്നോട് സംസാരിച്ചതായ ദൈവിക ദൂതുകൾക്ക് മുൻപാകെ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആലോചന കണ്ട ചില യോനാമാർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ തർശീസിലേക്കുള്ള യാത്രയിൽ ആയിരിക്കുമ്പോൾ കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനമാകുന്ന നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ മാർഗത്തിലൂടെ മുന്നേറുവാൻ നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിനവയിലെ രാജാവ് ഒരിക്കലും ദൈവമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു രാജാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവിടെയുള്ള ജനത്തെയും മൃഗജാലങ്ങളെയും ഒരുക്കിയെടുക്കുവാൻ തനിക്ക് കൊടുത്ത തന്റെ തീരുമാനം, ആ തീരുമാനത്തിന് മേൽ ദൈവത്തിന്റെ വാക്ക് ദൈവം തിരുത്തി. ദൈവം ചെയ്യുവാനിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. ഒടുവിൽ നിനക്കാർ ദൈവത്തിന്റെ വചനം കേട്ടു. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു, നിനവേക്കാർ നിങ്ങളോടൊപ്പം എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം വിധിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ വിടുതൽ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. നാളെയും നമുക്ക് തുടർന്ന് ഈ വചനം കേൾക്കുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.